നൃപൻ ചക്രവർത്തി കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും നാണം കെട്ട് തലകുനിക്കേണ്ട ഒരു അവസ്ഥ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഇപ്പോൾ കേരളത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്യുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം ഈ പ്രതിഷേധ സമരത്തിന് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു. ഇപ്പോൾ കേരളത്തിന്റെ വഴിയെ ഏറ്റവും ഒടുവിലായി തമിഴ്നാടും പ്രതിഷേധത്തിന് മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ തന്നെ തീരുമാനങ്ങളുമായി ഈ സംസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാത്ത ഒരു പ്രതിപക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. കാവ്യ, കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷം എടുക്കുന്ന ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമാകുന്നു. കാരണം ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് മറുപടി പറയാനും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അവർ കേരളത്തിലെ സർക്കാരിനെ വിമർശിച്ചിരുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ആണ്. അത് ഈ പറഞ്ഞ കേരളത്തിൻ്റെ വിഹിതം ലഭിക്കുന്നതിന് ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ദൂർത്ത് കെടുകാര്യസ്ഥത ഇവ കാരണമാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എന്ന കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നിയമസഭയിലും അവർ ഇക്കാര്യം വ്യക്തമാക്കി. പക്ഷേ ധനമന്ത്രി കണക്കുകൾ നിരത്തി അവരെ പ്രതിരോധിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കർണാടക പറയുന്നത് എന്താണ്? കർണാടകയുടെ സമരവുമായി ബന്ധപ്പെട്ടത് ചർച്ച ചെയ്യുമ്പോൾ 62,000 കോടി രൂപ നികുതി വിഹിതം, അർഹമായ നികുതി വിഹിതം തമിഴ്നാട് ലഭിക്കുന്നില്ല എന്നതാണ് കർണാടക ആ സമരത്തിൽ ഉന്നയിക്കുന്ന കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കർണാടക സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണോ എന്ന കാര്യം സംസ്ഥാന നേതാക്കൾ മറുപടി പറയേണ്ടി വരും. ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, നേരത്തെ തന്നെ നാം വ്യക്തമാക്കിയതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ സമരമാണ്. അതായത് സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യം തടഞ്ഞു വയ്ക്കുന്നു, നികുതി വിഹിതം നൽകുന്നില്ല, ഒപ്പം തന്നെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ചിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരുന്നു. ഈ പറഞ്ഞ 56,000 കോടി രൂപ സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട തുക ലഭിക്കുന്നില്ല. ക്ഷേമ പെൻഷൻ അടക്കം വരുന്ന ക്ഷേമ പദ്ധതികൾക്കുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതം നൽകുന്നില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ വസ്തുത പൂർണ്ണമായി മറച്ചു വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം കേരളത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത്. അത് ഏകദേശം ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അത് പൂർണ്ണമായി പിന്തുണയ്ക്കാൻ കഴിയില്ല. അതാണ് ഓരോ ദിവസവും മറ്റ് സംസ്ഥാനങ്ങളുടെ സമരം. ദില്ലിയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമരം കേന്ദ്ര സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. മമതാ ബാനർജി ബംഗാളിൽ വലിയ തരത്തിലുള്ള സമരവും പ്രക്ഷോഭവുമായി വരുന്നു. ഒപ്പം തന്നെ ആണ് അടുത്ത ദിവസങ്ങളിൽ DMK-യുടെ തമിഴ്നാട്ടിൻ്റെ പ്രക്ഷോഭം വരുന്നത്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ മാത്രമല്ല, അതായത് BJP ഇതര സംസ്ഥാനങ്ങളെല്ലാം ഇക്കാര്യത്തിൽ തുല്യ ദുഃഖിതരാണ്. കാരണം BJP ഇതര സർക്കാരുകളെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാം എന്ന തരത്തിലുള്ള ഗവേഷണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിനെ രാഷ്ട്രീയമായി നേരിടുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമാണ്. ഒപ്പം തന്നെ നിയമപരമായ ഒരു പോരാട്ടം കൂടി സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതാണ് സംസ്ഥാനം സുപ്രീം കോടതി സമീപിച്ചത്. ഒപ്പം തന്നെ ഐകകണ്ഠേന നിയമസഭ പ്രമേയം പാസ്സാക്കി. ആ ഐകകണ്ഠേന പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ തന്നെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചത്. അതിന് പോലും പ്രതിപക്ഷം വഴങ്ങിയില്ല എന്നതാണ്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിനെ തടഞ്ഞു നിർത്തി സങ്കുച രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പിന് വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. ഇത് ഓരോ ദിവസവും വ്യക്തമാകുന്നത് കൂടുതൽ സംസ്ഥാനങ്ങൾ ഈ കേന്ദ്രത്തിനെതിരെ BJP ഇതര സംസ്ഥാനങ്ങൾ വരും ദിവസങ്ങളിൽ രംഗത്ത് വരും. അപ്പോഴെല്ലാം പ്രതിരോധത്തിലാവുന്നത് കോൺഗ്രസ് ആണ്. ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം അവർക്ക് മല്ലികാർജ്ജുന ഖാർഗെ അടക്കം ഈ സമരങ്ങൾക്കെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷനാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട് ഇത്തരം BJP ഇതര സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ ഞെക്കിക്കൊല്ലുന്നു എന്ന നിലപാട് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ വാളയാർ കടന്നാൽ കേരളത്തിലെ കോൺഗ്രസ് വേറൊരു നിലപാട് സ്വീകരിക്കുന്നു. തമിഴ്നാട്ടിൽ വേറൊരു നിലപാടാണ്, കർണാടകയിൽ വേറൊരു നിലപാടാണ്, പശ്ചിമ ബംഗാൾ വേറൊരു നിലപാടാണ്, ദില്ലിയിൽ വേറൊരു നിലപാടാണ്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിലപാട് മാറ്റിപ്പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സങ്കുചിത രാഷ്ട്രീയം തന്നെയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അവർ ഉയർത്തുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാകും. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം പറയുമ്പോൾ അതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്ന ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം വസ്തുതാപരമായ ധനമന്ത്രി തന്നെ പറഞ്ഞത് ഈ 57,000 കോടി രൂപ സംസ്ഥാനത്തിന് അർഹമായ വിഹിതമാണ്. വിവിധ പദ്ധതികൾ ലഭിക്കേണ്ട തുകയുണ്ട്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി അവർ ഓരോ
വാർഷിക ബഡ്ജറ്റിലും അതിൻ്റെ തുക വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയെ സംബന്ധിച്ച് വെട്ടിച്ചുരുക്കൽ നടത്തുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ ഒരു രാഷ്ട്രീയപരമായി ഈ കാര്യങ്ങളിൽ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട കേരളത്തിൻ്റെ പ്രതിപക്ഷം എന്തുകൊണ്ട് BJP എതിർക്കാൻ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കർണാടകയുടെ പ്രക്ഷോഭം വന്നതിന് ശേഷവും ഒന്നും UDF-ലെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളൊന്നും പരസ്യമായ നിലപാട് അതിനുശേഷം പറഞ്ഞിട്ടില്ല. ഇന്ന് കൊച്ചിയിൽ അവരുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് ഖാർഗെ പങ്കെടുക്കുന്ന വലിയ യോഗമുണ്ട്. ദേശീയ നേതാക്കളെല്ലാം തൃശ്ശൂരുണ്ട്. ആ തൃശ്ശൂരിൽ നേതാക്കൾ ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എത്ര കണ്ട് ഈ കാര്യങ്ങളിൽ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നാലും രാഷ്ട്രീയം വ്യക്തമായ ഇക്കാര്യങ്ങളിലുള്ള വസ്തുതകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് UDF-ഉം പോവുകയാണ്. ഇനിയെങ്കിലും അവർ തെറ്റിതിരുത്തണം. കാരണം ഇക്കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് സംസ്ഥാനത്തിലെ ജനങ്ങൾക്കൊപ്പം കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് സ്വാഭാവികമായി ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരിക. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ടിയും വരും. കാവ്യ. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.